ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ആരി ഫ്രെയിമിൽ ക്ലോത്ത് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളത് കാണാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ സ്ക്രൂവിനെ ഒന്ന് ലൂസ് ചെയ്തിട്ട് ഈ ഫ്രെയിമിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്ക് ക്ലോത്തിനെ ഒന്ന് വിരിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് വിരിച്ചതിന് ശേഷം ഈ ഔട്ടർ ഫ്രെയിമിനെടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് അങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്ക്രൂവിൽ ശകലം അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ ഭാഗത്തും ഈ ക്ലോത്തിനെ അങ്ങനെ പിടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്യണം. ഈ ക്ലോത്തിൻ്റെ ചുരുക്കൊന്ന് മാറി കിട്ടുന്നവരെ അങ്ങനെ എല്ലാ സൈഡും വലിച്ച് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഫ്രെയിം ഇതുപോലെ തിരിച്ചിട്ടായാലും നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് ഓരോ പ്ലേസിലുമായിട്ട് അങ്ങനെ കറക്കി നമുക്ക് ഫുള്ളും അങ്ങനെ വലിച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ വലിച്ച് ഫിക്സ് ചെയ്യുമ്പോൾ എത്ര ചുരുങ്ങിയിരുന്ന ക്ലോത്ത് ആയാലും അത് അയൺ ചെയ്തതുപോലെ ആകും. ഫുള്ളും വലിച്ചങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഡ്രം അടിക്കുന്നത് പോലത്തെ ഒരു സൗണ്ട് കേൾക്കും. ഇത്രയ്ക്കും നന്നായിട്ട് തന്നെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്കിതിനെ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാം. സ്റ്റാൻഡിൽ ആദ്യം നമ്മൾ സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു വിരൽ കൊണ്ട് അതിനെ പിടിച്ച് വെച്ചിട്ട് നിങ്ങളിങ്ങനെ ടൈറ്റ് ചെയ്താൽ അത് നന്നായിട്ട് തന്നെ ഇറുകി കൊടുക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ സ്പാനർ യൂസ് ചെയ്തിട്ടും അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ സ്റ്റാൻഡിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ എത്ര തന്നെ ടൈറ്റ് ചെയ്ത് വെച്ചാലും അത് ചിലപ്പോൾ ഇരുന്ന് അങ്ങനെ ശകലം ഒരു ആട്ടം അതിനുണ്ടാകും. പിന്നെ ഈ സ്റ്റാൻഡിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർക്കൊക്കെ കഴിയുമ്പോൾ നമുക്കിതിനെയൊക്കെ ഊരി മാറ്റി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം. അതുപോലെ ഇതെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ എടുത്തിട്ട് പോകാൻ പറ്റും. ഇതുപോലെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡും ഉണ്ടാകും. നമ്മുടെ ഈ സ്റ്റാൻഡിൽ സ്ക്രൂ ആണെങ്കിൽ ഇങ്ങകത്തിരിക്കും, പക്ഷേ അതിൻ്റെ ഇതുപോലത്തെ സ്ക്രൂ അങ്ങ് പുറത്താണ് ഇരിക്കുന്നത്. അതിൽ നമ്മൾ ക്ലോത്ത് ഫിക്സ് ചെയ്യുന്നതും ഇതുപോലെ ഇതിൻ്റെ അകത്താണ്. ഇതിൽ നമ്മൾ ക്ലോത്ത് പുറത്താണ് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ആ സ്റ്റാൻഡാണ് നല്ലത് കേട്ടോ. അത് കുറച്ച് കോസ്റ്റും കൂടുതലാണ്. അത് വാങ്ങുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഫ്രെയിം എടുത്ത് ഇതിൻ്റെ പുറത്തങ്ങനെ വെച്ച് സൈഡിലുള്ള ക്ലോത്തൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ആ സ്റ്റാൻഡ് ഒന്ന് കാണാം. ഇതാണ്.